ലൈവ് തുടരുന്നു. പോളണ്ടിൽ ജയിൽ കഴിയുന്ന മലയാളി യുവാവിനെ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ശ്രമം വിഫലമാകുന്നു. കൊച്ചി പള്ളുരുത്തി സ്വദേശി ജേക്കബ് നെൽസനാണ് ഇരട്ടക്കൊലക്കേസിൽ 7 വർഷമായി ജയിലിൽ കഴിയുന്നത്. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ ഇന്ത്യക്ക് കൈമാറാമെന്ന് പോളണ്ട് അറിയിച്ചിട്ടും തുടർ നീക്കങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. ജേക്കബിനെ നാട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആള് ഇവിടുന്ന് പോണതിന് മുമ്പ് പ്രാവശ്യം ഡിപ്രഷൻ വന്ന് അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് ആള് പോണ സമയത്ത് നോർമലായിരുന്നു, കുഴപ്പമില്ല. ഇനി അപ്പോൾ ഞാൻ ശരിക്കും അറിയണത് പോണതിൻ്റെ തലേ ദിവസമാണ്. ആള് ഈ ഡിപ്രഷൻ ചെയ്തുള്ള കാരണം പോളണ്ടിലേക്ക് ഇനി പുറത്തേക്കൊക്കെ വിടുക എന്നുള്ള ഒരു പുള്ളിയുടെ ഒരു ചിന്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയാഞ്ഞത്. അത് പുള്ളി പോണതിൻ്റെ തലേ ദിവസം വീട്ടിലൊരു പ്രയർ വെച്ചാൽ അപ്പോൾ ആ പ്രയറിലാണ് ഞാൻ നാളെ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി പോണ ട്രാവൽസ് ഏതാണെന്ന് അല്ലെങ്കിൽ വേറെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റില്ല. പുള്ളി പിറ്റേ ദിവസം ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റിൽ പോളണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെ ഒരു ഡിസംബറൊക്കെ ആയപ്പോഴാണ് പുള്ളിയുടെ വിസ പുതുക്കാനായിട്ട് പൈസയുടെ ആവശ്യം വന്നപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്നൊരു 60,000 രൂപയോളം അയച്ചു കൊടുത്തു. പുള്ളിയുടെ റൂമിലുള്ളൊരു അപ്പോൾ ഈ കാര്യം ഈ പൈസയുടെ വിഷയത്തിലുണ്ടായ പ്രശ്നത്തിലാണ് ഇവനാ ഒരു പൈസ വാങ്ങിച്ച് അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട പ്രശ്നത്തിലൊക്കെയാണ് ഇവൻ ഇങ്ങനെ ചെയ്തതെന്നാണ്. ശരിക്കും ഇവൻ അങ്ങനെയൊന്നും ചെയ്യണ ഒരാളല്ല. പക്ഷേ മനസ്സിലായി എന്ന് വെച്ചാൽ ആള് ഡിപ്രഷൻ വന്നതിൻ്റെ ഇതായിരിക്കും. ഞങ്ങൾ നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചി വിവരങ്ങളുമായി. നവമി, കൊച്ചി പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള ജേക്കബ് നെൽസൺ 7 വർഷമായി ജയിലിൽ കഴിയുകയാണ്. ഇരട്ട കൊലപാതകം നടത്തിയ കേസിലാണ് ഈ പ്രതിക്ക് കോടതി അന്ന് ശിക്ഷ വിധിച്ചത്. പക്ഷേ ഇത് മാനസിക അസ്വാസ്ഥ്യത്തെ തുടർന്നാണ് രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായത്, കൊലപാതകം ഉണ്ടായതെന്നാണ് പുറത്തു വന്ന വിവരം. എന്താണ് ഈ ജേക്കബ് നെൽസനെ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം? കാരണം ഇവിടെ പോളണ്ട് സർക്കാർ തന്നെ, പോളണ്ട് അധികൃതർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾക്ക് തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടും ഇതിനുള്ള ഒരു നിയമ തടസ്സം എന്താണ്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ജേക്കബിനെ നാട്ടിലെത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. പോളണ്ട് സർക്കാർ ഇതിൽ അനുമതി നൽകിയിട്ടുണ്ട്, കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയെ, പോളണ്ടിലുള്ള ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചു. ഇന്ത്യൻ എംബസി ആയിക്കോട്ടെ കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലൂടെ ഈ കാര്യം അറിയിച്ച് ആഭ്യന്തര മന്ത്രാലയം അതിനുശേഷം 1 വർഷം മുൻപാണ് ഈ പള്ളുരുത്തി പോലീസിനെ ഇക്കാര്യം അറിയിച്ചു. കുടുംബത്തെ ഈ ജേക്കബിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതും തുടർ ചികിത്സ നൽകുന്നതിനുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിക്കുവാൻ സമ്മതമാണോ എന്ന് കുടുംബത്തോട് ചോദിക്കുകയും ചെയ്തു. കുടുംബത്തിന് അതും സമ്മതമാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മകനെ അല്ലെങ്കിൽ സഹോദരനെ നാട്ടിലെത്തിക്കണം എന്നൊരു ആവശ്യം മാത്രമേ ഈ കുടുംബത്തിന് ഇപ്പോഴുള്ളൂ. ആ രീതിയിലുള്ള എല്ലാ നിയമ നടപടികളും പൂർത്തിയായതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജേക്കബിനെ ഇപ്പോഴും നാട്ടിലെത്തിക്കാൻ കഴിയാത്തത് എന്നത് ഇപ്പോഴും കുടുംബത്തിന് അറിയില്ല. അവർ MP-യെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും MP-യിൽ നിന്നടക്കം ഒരു അനുകൂലമായിട്ടുള്ള നിലപാടല്ല ലഭിച്ചതെന്ന് കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. 2018 ജനുവരി മാസത്തിലാണ് ഒരു വെൽഡിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് ജേക്കബ് പോളണ്ടിലേക്ക് പോയത്. അതിനു മുൻപ് ചില ഡിപ്രഷൻ, ഈ ജോലി ലഭിക്കാത്തതും അല്ലെങ്കിൽ കുടുംബത്തിലെ ചില സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണം ജേക്കബിന് ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അതിവിടെ ചികിത്സിച്ച് ഭേദമായതിനു ശേഷമാണ് ഒരു ജോലിയൊക്കെ കിട്ടി പോളണ്ടിലേക്ക് പോയത്. അവിടെ വെച്ചാണ് മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില ഈ വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കുറച്ച് പണം ആവശ്യമായിരുന്നു. ഇതിനെ തുടർന്നാണ് നാട്ടിൽ സഹോദരനോട് ഇക്കാര്യം പറയുകയും സഹോദരൻ 60 ലക്ഷം രൂപ ഈ ഒപ്പം താമസിച്ച തമിഴ്നാട് സ്വദേശിയായ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തത്. ഇവർ 3 പേരായിരുന്നു ആ റൂമിൽ താമസിച്ചിരുന്നത്. പക്ഷേ ഈ തമിഴ്നാട് സ്വദേശി 60 ലക്ഷം രൂപ ജേക്കബിന് കൊടുക്കാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുകയും ഒരു തമിഴ്നാട് സ്വദേശിയും ഒരു ഈജിപ്റ്റ് സ്വദേശിയുമാണ് ജേക്കബ് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഇതിനെ തുടർന്നാണ് ഈ 14 വർഷം, ഏകദേശം 30 വർഷത്തോളം ശിക്ഷ ലഭിക്കേണ്ട കേസാണ്. പക്ഷേ ഇയാളുടെ മാനസിക നില പരിഗണിച്ചുകൊണ്ട് അത്
14 വർഷത്തേക്ക് ചുരുക്കുകയും ചെയ്തു. ഇപ്പോൾ 7 വർഷത്തോളം അയാൾ ആ ശിക്ഷ അനുഭവിച്ചു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോം, ഓരോ ദിവസം കഴിയുന്തോറും ജേക്കബിന്റെ മാനസിക നില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് വരെ കുടുംബത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പോളണ്ടിലെ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ജേക്കബിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ലോക കേരള സഭാംഗമായിട്ടുള്ള മിഥുൻ ഈ വിഷയത്തിൽ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. മിഥുന്റെ വാക്കുകളിലേക്ക്. 2020 പോളണ്ടിലെ ഇന്ത്യൻ എംബസിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് മുതൽ ആരംഭിച്ച നിയമ പോരാട്ടമായിരുന്നു. 4 വർഷത്തിന് ശേഷമാണ് നമുക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ജേക്കബ് നെൽസൺ അദ്ദേഹത്തിന്റെ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മാനസിക നില വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം അനുസരിച്ച് കഴിഞ്ഞ മാസം ഞാൻ ജയിൽ സന്ദർശിച്ചിരുന്നു. നേരിട്ട് ജേക്കബിനെ കണ്ടിരുന്നു. അതിന്നും എനിക്ക് ബോധ്യമായതും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സൈക്കോളജിസ്റ്റുമായും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മലയാളം അല്ലാതെ മറ്റ് ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ ജയിലിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. നവമിയിലേക്ക് വേണ്ടി നവമി, ഇവിടെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഇടപെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും മലയാളി സംഘടനകളുമൊക്കെ. അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ തടസ്സമായിരുന്നത് ഭരണകൂടമായിരുന്നുവെങ്കിൽ ഈ ജേക്കബ് നെൽസന്റെ കാര്യത്തിൽ പോളണ്ട് ഭരണകൂടം എതിരല്ല, അവിടുത്തെ നിയമ സംവിധാനങ്ങൾ എതിരല്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്? മലയാളി സംഘടനകളടക്കം ജേക്കബ് നെൽസന്റെ ഇടപെടലിന് ഈ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആരുടെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ വേണ്ടത്? ടോം സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇപ്പോഴും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് യമനുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു വിധത്തിലും സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒരു ധാരണയിലെത്താനോ കഴിയാത്തൊരു രാജ്യമാണ്. പക്ഷെ പോളണ്ട് അങ്ങനെയല്ല. ഈ നേരത്തെ തന്നെ ഇന്ത്യയുമായി ഇത്തരത്തിലൊരു ധാരണ വരെയുണ്ട്. ഈ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ബ്രിക്സിറ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈമാറ്റത്തിന് അനുമതി ഉള്ളതാണ്. ആ രീതിയിൽ പോലും പോളിഷ് സർക്കാർ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ട് അയാളുടെ മോചനം സാധ്യമാക്കും, അയാളെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഒരു മനുഷ്യത്വം കൂടിയുണ്ടല്ലോ, ഒരു മാനുഷിക പരിഗണന കൂടി ഇതിൽ കൊടുക്കണമല്ലോ. മാനസിക വെല്ലുവിളിയുള്ള ഒരാളാണ്. ആ ഒരു പ്രകോപനത്തിലാണ് അയാൾ അത് ചെയ്തു പോയത്. കൊലപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ അത് ഒരു അബദ്ധം പറ്റിപ്പോയി. പിന്നീട് അയാൾ കടന്നു പോകുന്ന ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ, ഇനി 14 വർഷമാണ്, 7 വർഷം പൂർത്തിയാക്കി, ഇനി 7 വർഷം കൂടിയുണ്ട്. അതും കൂടി ശിക്ഷ പൂർത്തിയാക്കി ഇയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ജീവിതം തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് ആകും. അയാളുടെ ജീവന് തന്നെ അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് പോകും. അതിനു മുൻപ് എത്രയും വേഗം ഈ ജേക്കബിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്ക് പോകണമെന്ന് സർക്കാർ പോലും ഇന്ത്യൻ എംബസി അറിയിച്ചതാണ്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിൽ വേണ്ട നടപടി സ്വീകരിക്കാത്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കേരളത്തിലെ എംപിമാരായിക്കോട്ടെ, ഈ വിഷയം പലർക്കും അറിയില്ല. ഈ കുടുംബം ചില എംപിമാരുമായി ബന്ധപ്പെട്ടെങ്കിൽ പോലും അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ വിഷയം ഇടപെടുന്നില്ല എന്ന മറുപടിയാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പിൻബലമൊന്നുമില്ലാത്തൊരു കുടുംബം കൂടിയാണ്. ഇന്നലെ നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ ആരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നേതാവിനെയാണ്, ഏത് മന്ത്രിയാണ് കാണേണ്ടത് എന്ന് പോലും നമ്മളോട് ചോദിക്കുന്ന അവസ്ഥയായിരുന്നു. അത്തരത്തിൽ പാവപ്പെട്ട അല്ലെങ്കിൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബമാണ് ഈ ജേക്കബിൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ, ന്യൂസ് സിറ്റിയെ അടക്കം സമീപിച്ചിരിക്കുന്നത്. ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മാനുഷികമായിട്ടുള്ളൊരു പരിഗണനയാണ് വേണ്ടത്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ചെറുപ്പക്കാരൻ 2 പേരെ കൊലപ്പെടുത്തുന്നു. ആ കൊലപാതകത്തിന് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് മാനസികാവസ്ഥയിലാണ് ആ കൊലപാതകം നടത്തിയതെന്ന കാര്യം അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ നിയമ സംവിധാനങ്ങളും തിരിച്ചറിഞ്ഞു. പക്ഷേ നമ്മുടെ ഭരണകൂടത്തിൻ്റെ, ഇവിടുത്തെ സർക്കാരുകളുടെ ഇടപെടലാണ് ജേക്കബ് നെൽസന്റെ മോചനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്.